കനത്ത നാശം വിതച്ച കാറ്റും മഴയുമാണ് വെളിയന്നൂരിൽ ഇന്ന് രാവിലെ അനുഭവപ്പെട്ടത്. ഒരു നിമിഷം കൊണ്ട് ഒരു പ്രദേശത്തെ ആകെ നശിപ്പിക്കുന്ന രീതിയിൽ എല്ലാം മരവും പോസ്റ്റും വൈദ്യുതി പോസ്റ്റും ഒക്കെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള കാറ്റും അനുഭവപ്പെട്ടു. വീടുകളുടെ മുകളിലേക്കടക്കം ഈ മരങ്ങൾ വന്നു വീണു. പക്ഷേ ആളപായമില്ല എന്നതാണ്. പക്ഷെ വലിയ നാശനഷ്ടങ്ങളുണ്ട്. കാരണം വൈദ്യുതി പോസ്റ്റും മരവും ഒക്കെ തന്നെ തകർന്നു വീണിട്ടുണ്ട്. പ്ലാവും തെങ്ങും അടക്കമുള്ള മരങ്ങളാണ് വന്ന് വീണത്. ഒരു സ്ത്രീ ഈ വൈദ്യുതി പോസ്റ്റിനുമൊപ്പം തന്നെ മരത്തിനും ഇടയിൽപ്പെട്ടു. പക്ഷെ അവർക്ക് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ വെളിയന്നൂർ ടൗണിൽ ഒരു ലോട്ടറി കടയുണ്ടായിരുന്നു. ആ ലോട്ടറി കട അപ്പാടെ കാറ്റത്ത് പറന്നുപോയി. അതിലുണ്ടായിരുന്ന ആൾക്ക് നിസ്സാര പരിക്ക് മാത്രമേ സംഭവിച്ചുള്ളൂ എന്നതാണ് ആശ്വാസകരമായ കാര്യം. ഏതായാലും ഈ പ്രദേശത്ത് വൈദ്യുതി ഉടനെ പുനഃസ്ഥാപിക്കാൻ സാധിക്കില്ല. ആ രീതിയിലാണ് മരങ്ങൾ വന്ന് വീണിട്ടുള്ളത്. ഇതിനോടടുത്ത ഇളയാവൂർ എന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ശക്തമായ കാറ്റിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഫയർഫോഴ്സ് അടക്കം സ്ഥലത്തെത്തി മരങ്ങൾ ഒക്കെ തന്നെ മുറിച്ച് മാറ്റുന്നുണ്ട്. ജില്ലയിലുടനീളം ശക്തമായ കാറ്റും മഴയുമാണ്. ഇന്നലെ രാത്രി ആരംഭിച്ച ശക്തമായ മഴയും കാറ്റും ഇപ്പോഴും തുടരുന്നു എന്നതാണ്. അതുകൊണ്ട് വലിയ ആശങ്ക ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.